ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ് സമൂസ്. നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ കുറച്ച് സങ്കടകരമായ കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എന്തെങ്കിലും സന്തോഷത്തോടു കൂടി ഭയങ്കര ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടം വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ, അത് തന്നെയായിരുന്നു കേട്ടോ. എനിക്കും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര മടിയും എന്താ പറയുക, ആകെ ഒരു മൂടിയായി പോയ ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കോഴികൾ കുറേ നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ മരുന്നൊക്കെ കൊടുത്ത് കുഞ്ഞിലേ തൊട്ട് മരുന്നും തീറ്റയും നല്ല പോഷക സമൃദ്ധമായ തീറ്റകളും പച്ചിലകളും പച്ചമരുന്നുകളും ഒക്കെ കൊടുത്ത് നല്ല ഹെൽത്തായിട്ട് കൊണ്ടുവന്ന കുറച്ച് കോഴികളാണ് കേട്ടോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റാത്ത, എന്താ പറയുക, കുറച്ച് ദിവസം ജോലികളൊക്കെ ചെയ്യണമെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് ദിവസങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഞങ്ങളൊരു ദിവസം ചക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിയലും അത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഒരു 12 മണിയായിട്ട്. അപ്പോൾ മക്കൾസിനാണെങ്കിൽ അത് അപ്പം തന്നെ വറുത്ത് കിട്ടണം. ഞാനത് വേവിച്ച് വെക്കാനുള്ള പരിപാടിയായിരുന്നു. പിറ്റേ ദിവസം എടുത്ത് കറി വയ്ക്കുകയും പുഴുക്കുണ്ടാക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, ബീഫിലിടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് വറുത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ എല്ലാവരും കൂടി 12 മണി പുലർച്ചെ. അപ്പോൾ ആ സമയത്ത് വറക്കുമ്പോഴാണ് കോഴിക്കൂട്ടിൻ്റെ അവിടെ ഭയങ്കര ബഹളം നടന്നത്. രാവിലെ നോക്കുമ്പോൾ കൂടൊക്കെ നല്ല പോലെ ഒരു ഗുഹ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഉണ്ടായിരുന്ന, ഞാനൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായിരുന്ന പണ്ടത്തെ കൂടാണ്. അപ്പോൾ അതിൻ്റെ നെറ്റുകൾക്കൊക്കെ നല്ല പഴക്കമുണ്ട്. അപ്പം അതനുസരിച്ച് പട്ടികൾക്ക് സുഖമായി അത് കടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3-4 പട്ടികൾ കൂടിയിട്ടാണ് കേട്ടോ രാത്രി പുലർച്ചെ സമയത്തൊക്കെ വന്ന് ഈ ഭാഗത്തുള്ള കോഴികളെയൊക്കെ പിടിച്ചിട്ട് പോണത്. അപ്പം കൂടൊക്കെ ഈ മാതിരി കോലത്തിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അറിഞ്ഞ കാരണം 2 കുട്ടികളെ, കൊത്തി വിരിഞ്ഞ കുട്ടികളുണ്ടായിരുന്നില്ലേ, അതിൽ 2 കുട്ടികളെ അവന്മാർ പിടിച്ചു കിട്ടാം. അപ്പോഴേക്കും പിന്നെ അമ്മക്കോഴീനെയും ബാക്കിയുള്ള അതിൽ 9 കുട്ടികളുണ്ടായിരുന്നു, ബാക്കിയുള്ള 7 കുട്ടികളെയും അമ്മക്കോഴീനെയും നമ്മൾ വർക്ക് ഏരിയയിൽ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ അവരെ പൊരുന്നൽ വെക്കണ ആ ബോക്സിലെ അതിലാക്കി ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൻ്റെ ആ കവർ ചെയ്യണ ആ അടപ്പുണ്ടല്ലോ, അതിന് ഹോള് കൂടുതലായിരുന്നു. ഒരു തുണിയൊക്കെ ഇട്ട് മേലെ ഒരു പഴയ മുറമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ മേലെ ഒരു മരക്കഷ്ണമൊക്കെ വെച്ച് ഇവർ ചാടിപ്പോണ ആ ഒരു പ്രായമായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് മൂടി വെച്ചു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സങ്കടം. അങ്ങനെ സങ്കടം എന്ന് പറയാം. അവർ അന്ന് തലേദിവസം ഞാൻ കൂടൊക്കെ ക്ലോസ് ചെയ്ത് വരുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടർ കൊത്തി തിന്നെ ആ ഒരു പരുവത്തിലായതായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമാണ് നമുക്ക്. ഇപ്പം അതുപോലെ തന്നെയാണ് ചെറിയ എൻ്റെ കൃഷികളിൽ വല്ലതും നാശനഷ്ടം സംഭവിക്കുമ്പോഴും കോഴി വളർത്തലിൽ ഇങ്ങനെ നഷ്ടം സംഭവിക്കുമ്പോഴും ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ആകെ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ എനിക്ക്. അപ്പം എന്നെ പോലെ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ നല്ല രസമായിരിക്കും. തുളസിയൊക്കെ കാണാൻ എന്ത് ഭംഗിയായി, ആകെ വയ്യാതെ നിൽക്കായിരുന്നു വരണ്ട കാലാവസ്ഥയിൽ. ഇപ്പം എല്ലാത്തിനും നല്ല പച്ചക്കളർ വന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോഴികൾക്കുള്ള മരുന്നും കൂടിയാണ് കേട്ടോ. തുളസിയുടെ ഇല കുറച്ച് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മേലെ ടെറസിൽ കുറച്ച് കോഴികളുണ്ടല്ലോ, അവരെ ഞാൻ ഇലകളൊക്കെ നല്ലപോലെ തീറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. തുളസിയുടെ ഇല അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. അത് തന്നെ നല്ല മടിയുണ്ടായിരുന്നു അവർക്ക് തിന്നാനായിട്ട്. അപ്പോൾ കുറച്ച് തുളസിയിലൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി വന്ന നഷ്ടങ്ങളുടെ കഥ ഇനി ബാക്കി ഞാൻ പറയാം കേട്ടോ. തുളസിയിലൊന്ന് കുറച്ച് പൊട്ടിച്ചെടുക്കട്ടെ. തുളസിയുടെ ഇല കൊടുക്കുമ്പോഴേ ഇപ്പം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ അവർക്ക് നല്ല തണുപ്പും ഒക്കെ വരണ നമുക്കായാലും ഒക്കെ കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോഴി വളർത്തലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മരുന്നുകളും തീറ്റയിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും കേട്ടോ. അപ്പം ഇത് തുളസിയുടെ ഇല മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് കഫക്കെട്ട്, പനി, തൂങ്ങൽ ഒന്നും വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ടെറസിലെ കൂടിലെത്തിയിട്ടുണ്ട്. വാതിലൊന്ന് ക്ലോസ് ചെയ്തേ. ഇവർക്കാണെങ്കിൽ നമ്മളടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പറക്കുമ്പോൾ വാതിലൊക്കെ തള്ളി തുറന്ന് പോവും. അപ്പോൾ ഞാൻ കൂടിനകത്ത് കയറുമ്പോൾ ഇങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെക്കും കേട്ടോ വാതിൽ. അപ്പോൾ അവർക്ക്
അവർക്ക് തുളസിയുടെ ഇലയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ഇല പുതിയതായിട്ട് കൊടുത്ത് ഇങ്ങനെ ഇലകൾ കൊടുക്കുമ്പോൾ നമ്മൾ വേറെയുള്ള ഇലകളും തീറ്റകളൊക്കെ കൊടുക്കണതിൽ മുൻപ് കൊടുക്കണം. അത് എന്താണെന്ന് വെച്ചാൽ അവർ അപ്പോൾ നല്ല വിശന്നിരിക്കണ സമയമായിരിക്കും, അപ്പോൾ അവരത് വേഗം കൊത്തി കഴിക്കട്ടെ. ഇപ്പോൾ ഓൾറെഡി ചേട്ടൻ കടയിൽ പോകുന്നതിന് മുൻപ് അവർക്ക് മുരിങ്ങയിലൊക്കെ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, തീറ്റയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കാരണം വലിയ മൈൻഡൊന്നും ഉണ്ടായില്ല അവർക്ക് തുളസിയുടെ ഇല കൊടുത്തു കഴിഞ്ഞപ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുണിയൊക്കെ ടെറസിൽ വിരിച്ചിടാൻ ചെന്നപ്പോഴേക്കും നമ്മൾ കൊടുത്ത തുളസിയുടെ ഇല പകുതി അവർ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നാളെ കുറച്ച് മുരിങ്ങയില കൊടുക്കണതിൽ മുൻപായിട്ട് കുറച്ച് തുളസിയുടെ ഇല കൊണ്ടിട്ട് കൊടുക്കണം അവർക്ക്. നമ്മളപ്പോൾ ഈ കോഴികളുടെ ഈ ഒരു വലിയ കൂടാണല്ലോ ഇത്, അപ്പോൾ ഇതിൽ കുറച്ച് തട്ടുകളൊക്കെ തിരിക്കാമെന്ന് വിചാരിച്ചാണ്. അതായിരിക്കും ഇനി സേഫ്റ്റി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഒരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്ക് തിരക്കാൻ എന്തായ കാരണമാവോ 2 മാസമായി ഇപ്പോൾ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ കള്ളികളൊക്കെ തിരിച്ചാൽ കൊള്ളാമെന്നുണ്ട് കോഴികളെ ഇടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴി വളർത്തലിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴേ നമുക്കതിങ്ങനെ നമ്മുടെ ഒരു പോസിറ്റീവ് വൈബ് അങ്ങോട്ട് നഷ്ടപ്പെടുകയാണ്. അത് കാരണം വീഡിയോസ് എടുക്കാനും ഒന്നിനൊരു ഉഷാറില്ലാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ അവർക്ക് കോഴികൾക്ക് നമ്മുടെ തുളസിയുടെ ഇലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടിൽ 2 കൂട് ഇനി വെറുതെ കിടക്കാണ് കേട്ടോ, അതിൽ കയറ്റാൻ നമുക്ക് കോഴികളില്ല. അപ്പോൾ അമ്മയുടെ ആ തള്ളക്കോഴിയുടെ കയ്യിൽ നിന്ന് 2 കുട്ടികളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, നമ്മൾ വൈകിങ്ങിയ തള്ളക്കോഴിയും 9 പിള്ളേരെയും നമുക്ക് നഷ്ടപ്പെട്ടാണ് കേട്ടോ. ഈ അവസ്ഥയിലാണ് കൂടൊക്കെ കടിച്ച് പൊളിച്ച് വെച്ചിരിക്കുന്നത് അവർ. ഇനിയൊരു പൂവൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി എല്ലാവരും പട്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ 2 പിടക്കോഴികളെ കൊണ്ടുപോയി. അതിൻ്റെ പിറ്റേ ദിവസം ഒരു പൂവൻ കോഴീനെ കൊണ്ടുപോയി. ഇന്ന് രാവിലെ എണീറ്റ് കൂട് തുറന്നപ്പോൾ ഒരു കോഴിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇത് പട്ടി പിടിച്ചതൊന്നുമല്ല, ഇത് 2 കോഴികൾ തമ്മിൽ, ഒരു നാടനും ഈ ഫാൻസി കോഴിനെയും ഞാൻ ഒരു കൂട്ടിലാക്കി അടച്ചു വെച്ചു. പക്ഷേ ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. ഇന്നലെ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കോഴി വളർത്തൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പോൾ മഴയൊക്കെ വരുമ്പോൾ ടവലൊക്കെ തലയിൽ ചുറ്റിട്ടാണ് ഞാൻ ഇറങ്ങുക കേട്ടോ. ഇനിയിപ്പോൾ മഴയൊക്കെ കൊണ്ട് പനി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നാടൻ കോഴീനെയും ഫാൻസി കോഴീനെയും ഒരുമിച്ച് അടച്ച് ഇട്ട. അപ്പോൾ നാടൻ കോഴി നല്ല പണി കൊടുത്തതാണ് കേട്ടോ. അതിനെ കൊത്തി പറിച്ചെടുത്തു, അതിൻ്റെ മാംസമൊക്കെ. അത് പൊരുന്നലിന് ഇരുന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 1 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫാൻസി കോഴികളുടെ തൂവൽ നാടൻ കോഴികളെ അപേക്ഷിച്ച് നന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. പിന്നെ അത് വീണ്ടും ശരിയായി വരും കേട്ടോ, തൂവലൊക്കെ വെച്ച് വരും ഇനി അടുത്ത മുട്ടയൊക്കെ ഇടേണ്ട സമയമാകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് കൊത്തലിങ്ങനെ കിട്ടുമ്പോഴേ ശരിക്കും മാംസത്തിലേക്ക് ആഞ്ഞു കൊത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവളെ കൂട്ടിൽ കയറ്റുമ്പോൾ മരുന്നുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ തേച്ചൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് മരുന്ന്, എന്തായാലും പനിക്കാനൊരു സാധ്യത ഉണ്ടാവും, കൊത്ത് ഇതുമാതിരി കിട്ടിയതല്ലേ. അപ്പോൾ പനിക്കുള്ള ഒരു മരുന്നൊക്കെ കൊടുത്ത് കൂട്ടിൽ ആക്കണം ഇന്ന്. അപ്പോൾ കോഴി വളർത്തൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കട്ടോ. പക്ഷേ നമ്മൾ തളരരുത്, നമ്മളിനി മുന്നോട്ട് പോവും. അപ്പോൾ കുറച്ച് വെള്ളക്കാന്താരിയൊക്കെ പൊട്ടിച്ചെടുക്കണം കറിയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ മെയിനായിട്ട് ഞാൻ കൊടുക്കണ വളം നമ്മൾ കോഴിക്കൂട്ടിൽ അറക്കപ്പൊടി വിരിച്ചിട്ടുണ്ട് മേലത്തെ കൂട്ടിൽ. അതും കോഴിക്കാഷ്ടമൊക്കെ ആയിട്ട് കലരുമ്പോൾ നല്ല പൊടിയായിട്ടുള്ള വളം നമുക്ക് കോഴിക്കാഷ്ടം കിട്ടും കേട്ടോ. അതും പിന്നെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റും പുളിച്ച കഞ്ഞിവെള്ളമൊക്കെയാണ് കീടശല്യത്തിന് വേണ്ടിയിട്ട് പച്ചമുളകിനൊക്കെ തെളിച്ച് കൊടുക്കണത് കേട്ടോ. അപ്പോൾ കൃഷിനെ ഇഷ്ടപ്പെട്ടവർക്കൊരു ടിപ്പ് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ചെയ്ത് വിജയിച്ച കാര്യമാണല്ലോ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ആകെ ശോകമുഖമായിപ്പോയി. നല്ല ഉഷാറുള്ളൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരാം. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മുടെ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഓടി വരാം കേട്ടോ. താങ്ക് യു.